ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തുണ്ട് എല്ലാവരും പെരുന്നാൾ വിശേഷങ്ങളും? ഞങ്ങൾ പെരുന്നാളായപ്പോൾ ഒരു ചെറിയ ടൂറ് പോയതാണ്. ഞങ്ങൾ കോഴിക്കോട് ബേപ്പൂർ ബീച്ചിൽ കഴിഞ്ഞിട്ടോ പോയിന്റ്. എനിക്ക് ട്രെയിനിൽ കയറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറി. ട്രെയിൻ എടുത്തേക്ക് വന്നപ്പോൾ നല്ലൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ കയറാൻ. ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. പെരുന്നാളായതുകൊണ്ട് എല്ലാവരും വരുന്നവരും പോകുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോയിരുന്നത്. ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നതുകൊണ്ട് എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. കോഴിക്കോട് ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ബേപ്പൂർക്ക് ബസ്സിനാട്ടോ ഞങ്ങൾ പോയിട്ട്. ബേപ്പൂർ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം കാണേണ്ടത് ജങ്കാറായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അതിൽ കയറാൻ നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പാനോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ വരണം, നമുക്ക് ലാസ്റ്റ് ജങ്കാറ കയറാം. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി. അപ്പോഴാണ് കേട്ടോ എനിക്കൊരു സംശയം, ഈ ജങ്കാറിൽ എങ്ങനെ വണ്ടികളൊക്കെ കൊണ്ടുപോകാമെന്ന്. കുറേ നേരം ഞങ്ങൾ ബീച്ചിൽ കളിച്ചിട്ടോ. പിന്നെ അടുത്ത കടയിൽ കാണുന്നതൊക്കെ തിന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്നു. പിന്നെ ഞങ്ങൾ കടലിൻ്റെ നടുവിലൊക്കെ പോയി അങ്ങനെ കുറച്ചൊക്കെ കണ്ടു. ബീച്ചിൽ പോയി കറങ്ങിയ വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പെരുന്നാളായതുകൊണ്ടായിരുന്നു കേട്ടോ. ബീച്ചിലൊക്കെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയിനി. അങ്ങനെ ബീച്ചിൽ നിന്ന് കയറി ഇപ്പം ഞങ്ങൾ എടുക്കാൻ പോകണമെന്നല്ലേ. ഇതിൽ കൂടെ പോയാൽ കടലിൻ്റെ നടുവിലെത്തും, അവിടെ ഡോൾഫിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയൊക്കെ ഉണ്ടോ. അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ കുറേ സ്പീഡ് ബോട്ടൊക്കെ കണ്ടിട്ടോ. അതൊക്കെ കാണുമ്പോൾ ചെറിയ പേടിയുണ്ടെങ്കിലും കയറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പേടി കയറാൻ ഞങ്ങൾ കയറിയില്ല. അങ്ങനെ കുറേ എത്തിയപ്പോൾ ഇപ്പോൾ പറഞ്ഞു, ഇനി ഞാനല്ലേ നിങ്ങൾ പോയിക്കോളി എന്ന് പറയാണ്ട് ഞങ്ങൾ അതിൻ്റെ അറ്റം വരെ പോയിട്ടോ. പക്ഷേ പറഞ്ഞ പോലെ ഞങ്ങൾ ഡോൾഫിനൊന്നും കണ്ടിട്ടില്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ബേപ്പൂരൊക്കെ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടായിരുന്നു, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു രസമുള്ള സ്പേസാണ്. നമുക്കിനിപ്പോൾ ഫോട്ടോ എടുക്കാനായാലും ഇപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കാനായാലും എങ്ങനെയായാലും നല്ലൊരു അടിപൊളി പ്ലേസായിരുന്നു. പലതരം ബോട്ട് സവാരികളായിരുന്നു കേട്ടോ അവിടുത്തെ ഹൈലൈറ്റ്. എങ്ങനെ വലുതായാലും ചെറുതായാലും ഇപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോയതായാലും കപ്പലായാലും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കൂടെ വന്നവർക്കൊക്കെ ഹൗസ് ബോട്ടിലും സ്പീഡ് ബോട്ടിലൊക്കെ കയറാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെപ്പോലത്തെ ചെറിയ കുട്ടികൾക്കൊന്നും പേടിയായതുകൊണ്ട് ഞങ്ങളതിൽ കയറാനൊന്നും നിന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ലായിരുന്നു കേട്ടോ. അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഒക്കെ. ഇങ്ങനെ കടലും കായലും ഒക്കെ മിക്സ് ആയി കണ്ട ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അവിടെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കുറേ ബോട്ടുകളൊക്കെ കണ്ടിട്ട്, അതും അടിപൊളി ബോട്ടുകൾ. അങ്ങനെ ബേപ്പൂരിൽ നിന്ന് അപ്പുറം കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജങ്കാറിൽ കയറിയിട്ടോ. ജങ്കാറ് കയറുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ജങ്കാറ് കയറിയപ്പോൾ നല്ല കൂളായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ജങ്കാറിൽ കയറിയപ്പോൾ കുറേ പലതരം ബോട്ടുകളൊക്കെ കണ്ടു കേട്ടോ. അത് ഞങ്ങൾ അടുത്തു കൂടെ പോയപ്പോൾ എന്തൊരു ശബ്ദം ഉണ്ടായിരുന്നു എന്നറിയോ. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ജങ്കാറിലേക്ക് കയറി. ഞങ്ങൾ ആദ്യം തന്നെ മണ്ടിക്കാണ്ട് സൈഡിൽ പോയിക്കാണ്ട് പിടിച്ച് വെച്ചിട്ടോ. പിന്നെ ഞങ്ങളെ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കൈക്കിലുള്ളതൊക്കെ തിന്നാന്നുള്ളത്. പിന്നെ എൻ്റെ കൈക്കിലുണ്ടായിരുന്ന നെല്ലിക്കൊക്കെ ഞങ്ങൾ തിന്നാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ജങ്കാറിൽ കയറി ജങ്കാറിൽ പോകാൻ തുടങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ ജങ്കാറിൽ കയറിയപ്പോൾ കാണാത്തോരോ കാഴ്ചകൾ കേട്ടോ. അടിപൊളിയായിരുന്നു. ജങ്കാറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നു, അത്രയും രസമുണ്ടായിരുന്നു, വൈബായിരുന്നു. കുറേ വലിയ വലിയ കപ്പലുകളും ബോട്ടുകളൊക്കെ അവിടെ നിർത്തിയിട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന അങ്ങനത്തെ ബോട്ടുകളൊക്കെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്കെന്നെ ഭയങ്കര എന്താ പറയുക, നല്ലൊരു സന്തോഷം തോന്നിയിരുന്നു. അത്രയും രസമുണ്ട്. പിന്നെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ പെരുന്നാളൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു, കളർഫുള്ളാക്കി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിയായി. അപ്പോൾ ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.